ISL 2025-26 ഡേറ്റ് വന്നിരിക്കും. പുതിയ സീസണിലെ ISL-ലെ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യ മത്സരം ബ്ലാസ്റ്റേഴ്സിന്റേതായിരിക്കുമോ? ഹായ് ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു റൺ. അങ്ങനെ 2025-26 ISL സീസണിന്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. അത് പറയുന്നത് സെപ്റ്റംബർ 14 ആണ്. 14 സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതേപറ്റി പറയുകയാണെങ്കിൽ ആദ്യ മത്സരങ്ങൾ സാധാരണ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സീസൺ ആയിട്ട് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ ഉദ്ഘാടന മത്സരങ്ങൾ കളിച്ചത് ബ്ലാസ്റ്റേഴ്സും ATKയും അതേപോലെ മോഹൻ ബഗാനും തമ്മിലായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നില്ല ആദ്യ മത്സരം ഉദ്ഘാടന മത്സരം കളിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ പിന്നീട് ISL എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു അപ്ഡേറ്റ്സും ഇല്ല. വാർ സിസ്റ്റം ഒക്കെ വരും എന്ന് പറയുന്നുണ്ട്. എന്ന് വരും, എപ്പോ വരും, അടുത്ത സീസൺ ഉണ്ടാവുമോ? ISL എന്താ പറയാ, ഈ ഒരു ടൂർണമെന്റ് സെറ്റപ്പിൽ നിന്ന്, അതായത് ഈ സെമി, അതായത് ഫൈനൽ, ഇങ്ങനെയുള്ള അതായത് ഒരു പ്ലേ ഓഫ് സെറ്റപ്പിൽ നിന്ന് മാറി ഒരു ലീഗ് സിസ്റ്റത്തിലേക്ക് മാറുമോ? ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് സീസണും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും SLK-യിലൊക്കെ നെക്സ്റ്റ് സീസണിൽ വാറൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ സെവൻസ് ഫുട്ബോളുകളിൽ വരെ വാറൊക്കെ വന്നു തുടങ്ങി. നമ്മള് കഴിഞ്ഞ ISL സീസണുകളിലെല്ലാം കണ്ടുവന്നത് ഇപ്പോൾ ISL-നെ എതിർക്കുന്ന, അല്ലെങ്കിൽ ISL-ന്റെ നടത്തിപ്പിനെ എതിർക്കുന്ന, റഫറിമാരെ എതിർക്കുന്ന, അങ്ങനെ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും പണിഷ്മെന്റ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടു പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ കാരണങ്ങളാലൊക്കെ ഏത് രീതിയിൽ ISL അടുത്ത സീസൺ വരും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഏറെക്കുറെ ഇതേപോലെയൊക്കെ തന്നെ അങ്ങ് പോകാനാണ് സാധ്യത. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യമൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ചൊന്നും ആദ്യം വരാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ എപ്പോഴും ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം തന്നെ വെക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും പിന്നീട് ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം നമ്മുടെ ഈ ഒരു വർഷത്തെ സീസൺ മുഴുവൻ കഴിഞ്ഞു. ഈ സീസണിൽ ഒരു മത്സരങ്ങളും ഒന്നും സീസണെ നമുക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് സീസണെങ്കിലും ബെറ്റർ ആകും എന്ന പ്രതീക്ഷയിലാണുള്ളത്. അപ്പോൾ നെക്സ്റ്റ് സീസണിൽ ഡേവിഡ് കെറ്റ്ലയുടെ കീഴിലുള്ള ടീമാണ് കളിക്കുന്നത്. ആരൊക്കെ ടീമിൽ നിന്ന് പോകും, ആരൊക്കെ വരും, ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല. ഈ ഒരു 4 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിൽ എന്തൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പോലും നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ മാർക്കസ് മെർക്കുലാവോ ഒരു നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടോപ്പ് സൈനിങ് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേപറ്റി ഇതുവരെ ഒരു ഐഡിയയും നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് സീസണിലെ അവസാന മത്സരം, ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരത്തോടു കൂടി അത് അദ്ദേഹം പറയുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെയുള്ള ഒരു അപ്ഡേറ്റ്സും വന്നിട്ടില്ല. ആരായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന ടോപ്പ് സൈനിങ് എന്നൊന്നും നമുക്ക് പറയാനായിട്ടില്ല. അപ്പോൾ എന്തായാലും ഒരു ബെറ്റർ ടീമിനെ നമ്മൾ നെക്സ്റ്റ് സീസണിൽ പ്രതീക്ഷിക്കുന്നു. ബെറ്റർ സൈനിങ്ങുകൾ പ്രതീക്ഷിക്കുന്നു. എന്താ പറയാ, ബെറ്റർ ഗെയിം പ്രതീക്ഷിക്കുന്നു. അതേപോലെ മഞ്ഞപ്പടയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഗാലറി ആയാലും ഒക്കെ നമുക്ക് ആഘോഷിക്കാൻ പാകത്തിനുള്ള ഒന്നായി തീരുമെന്ന് നെക്സ്റ്റ് സീസണിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഡേറ്റ് മറക്കണ്ട, സെപ്റ്റംബർ 14 ആണ് ഇപ്പോൾ ISL റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഡേറ്റ് വന്നിരിക്കും. ഒരു പക്ഷേ അതിന് മുമ്പൊക്കെ ആയിട്ട് എന്തായാലും ഡ്യൂറൻ കപ്പ് ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ സീസൺ പെട്ടെന്ന് തന്നെ റീസ്റ്റാർട്ട് ആവും. എല്ലാവരും വെയിറ്റിംഗിലാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും റെസ്റ്റ് കഴിഞ്ഞ് അടുത്ത സീസണിൽ കാണാം. താങ്ക് യു.